Okay, so in this video, we are going to discuss about these topics. So first one is the definition of light reaction. Second one is the six major events in light reaction. And third one is non-cyclic photophosphorylation. So light reaction is a light-dependent process and it occurs in the thylakoid membrane. എവിടെയാണ് നടക്കുന്നത്? Thylakoid membrane ആണ് നടക്കുന്നത്. Thylakoid is a compartment like membranes. എവിടെയൊക്കെയാണ് കാണപ്പെടുക? In the chloroplast. എവിടെയൊക്കെ കാണപ്പെടും? ക്ലോറോപ്ലാസ്റ്റിലൊക്കെ കാണപ്പെടുന്ന കമ്പാർട്ട്മെന്റ് പോലെ ഇരിക്കുന്ന മെംബ്രെയിൻസ് ആണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്താണ്? അവിടെ എനർജി എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, ലൈറ്റ് എനർജി. ഓക്കെ, ഇവിടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഫേസ് ആണ് light reaction. Light reaction are of two types, cyclic and non-cyclic photophosphorylation. Next is the six major events Next is the six major events in light reaction. Okay, first is the absorption of light energy absorption. That is the absorption of light energy. Okay. സൂര്യപ്രകാശം വന്ന് പ്ലാനറ്റ് അടിക്കുമ്പോൾ എന്താണ്? ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്യത്തില്ലേ? ആക്സസറി പിഗ്മെന്റ്സ്, light, chlorophyll A. This is the transfer of light from accessory pigments to chlorophyll A. അപ്പോൾ ക്ലോറോഫിൽ എക്ക് ചുറ്റും എന്തുണ്ട്? ആക്സസറി പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പം ഈ ആക്സസറി പിഗ്മെന്റ്സിൽ നിന്നും ക്ലോറോഫിൽ എയിലോട്ട് ലൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ ഇവന്റ്. ട്രാൻസ്ഫർ ഓഫ് ലൈറ്റ് ഫ്രം ആക്സസറി പിഗ്മെന്റ്സ് ടു ക്ലോറോഫിൽ എ. ഓക്കെ, തേർഡ് വൺ ഇസ് ദ ഫോട്ടോകെമിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ക്ലോറോഫിൽ എ. അതായത് ഒരു ലൈറ്റ്, ആ ലൈറ്റ് നമ്മൾ പ്ലാന്റിൽ വന്നടിക്കുന്നു, അല്ലെങ്കിൽ ആ വന്നടിക്കുന്ന ലൈറ്റിനെ ക്ലോറോഫിൽ അബ്സോർബ് ചെയ്യുമ്പോൾ, അവിടെ എന്താണ്? അത് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ലൈറ്റ് വന്ന് ക്ലോറോഫിൽ വന്ന് അടിക്കുമ്പോൾ then chlorophyll A absorbs the light, it undergoes excitation and it transfers electrons. ബ്രീഫ് ആയിട്ട് പറയാനാണെങ്കിൽ അതാണ്. ക്ലോറോഫിൽ എക്കകത്ത് ലൈറ്റ് വന്നടിക്കുമ്പോൾ എന്താണ്? അത് എക്സൈറ്റഡ് ആകുന്നു, അപ്പോൾ അത് ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഫോട്ടോകെമിക്കൽ എക്സൈറ്റേഷൻ ഓഫ് ക്ലോറോഫിൽ. ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. രണ്ട് സൈക്ലിക് നോൺ സൈക്ലിക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പിടി കിട്ടും കേട്ടോ. അപ്പൊ ADP യും ATP യും നമുക്കൊരു ഐഡിയ കിട്ടും. ADP ATP ആകുന്നത്, ഓക്കെ, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആകുന്നത്, കൺവേർഷൻ ഓഫ് ADP ടു ATP. പിന്നെ ഫോട്ടോലൈസിസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ സ്പ്ലിറ്റിംഗ്. അപ്പൊ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമുക്ക് പഠിക്കാം. ഫോട്ടോലൈസിസ്. ലാസ്റ്റ് ഇസ് ദ NADP, കൺവേർഷൻ ഓഫ് NADPH2 to NADPH2 ആകുന്നത്. അപ്പൊ എന്താണ്? സിക്സ് മേജർ ഇവന്റ്സ് ഇൻ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയുടെ അബ്സോർപ്ഷൻ, ആക്സസറി പിഗ്മെന്റ്സിൽ നിന്ന് ലൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്ലോറോഫിലേക്ക് കൊടുക്കുന്നത്, പിന്നെ ക്ലോറോഫിൽ എയിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് എന്താണ്? സോ എന്താണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഓർ ഇസഡ് സ്കീം? ഓക്കെ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നമുക്ക് ചെറിയൊരു കാര്യം പറയാം. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആണ് നമ്മൾ രണ്ട് ഫോട്ടോ സിസ്റ്റം യൂസേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, PS1 PS2. PS1 in P700, PS2 or P680. So here two photo systems are involved. Okay, PS1 and PS2 are involved in this process. Okay, so PS1 has chlorophyll A and both PS1 and PS2 has chlorophyll A. Okay, chlorophyll A has accessory pigments surrounding it.
PS1-നകത്തും PS2-നകത്തും ക്ലോറോഫിൽ എ ഉണ്ട്. ക്ലോറോഫിൽ എക്ക് ചുറ്റും ആക്സസറി പിഗ്മെന്റ്സും ഉണ്ട്. ഇനി ഒലി ഡിഫറൻസ് എന്താണ്? ഈ PS1-ലും PS2-ലും ഉള്ള ആക്സസറി പിഗ്മെന്റ്സിന്റെ ഡിഫറൻസ് എന്താണ്? PS1-നകത്ത് ആക്സസറി പിഗ്മെന്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 700ഉം PS2-നകത്ത് ആക്സസറി പിഗ്മെന്റ്സിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 680 ആണ്. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്താണ്? PS1 അല്ലെങ്കിൽ P700 അതിനകത്ത് ക്ലോറോഫിൽ എ ഉണ്ട്, ആക്സസറി പിഗ്മെന്റ്സും ഉണ്ട്. അപ്പോൾ only the difference of accessory pigments in both chlorophyll A and in PS1 and PS2 is the wavelength of accessory pigments in PS1 is 700 and the wavelength of accessory pigments in PS2 is 680. Okay. So നമുക്ക് മെയിൻ പ്രോസസ്സിലോട്ട് വരാം. ഫസ്റ്റ് sunlight. Sunlight hits on PS second or P680. ഓക്കെ. സൂര്യപ്രകാശം വന്നിട്ട് എവിടെ വന്ന് അടിക്കുന്നു? PS second അല്ലെങ്കിൽ P680 വന്ന് അടിക്കുന്നു. അപ്പോൾ PS second releases pair of electrons. PS second എന്ത് ചെയ്യും? pair of electronsനെ റിലീസ് ചെയ്യും. അപ്പോൾ PS second എന്താണ് റിലീസ് ചെയ്യുന്ന pair of electronsനെ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? PEA primary electron acceptor വന്ന് അക്സെപ്റ്റ് ചെയ്യും. So sunlight hits on PS second or P680, okay, and PS second releases a pair of electrons, and these pair of electrons are accepted by PEA primary electron acceptor. PEA primary electron acceptor. Okay. From primary electron acceptor, these pair of electrons will pass through 3 electron carriers. ഈ PQ, CY, PC എന്ന് പറയുന്നത് കൊടുത്തേക്കുന്നത് ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. 3 ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. PQ, CY, PC ആ ഓർഡറിൽ തന്നെ ഇത് പഠിക്കണം. ഓക്കെ. അപ്പോൾ PE എന്ന് നമുക്ക് ഉള്ള PEക്കകത്ത് നമ്മൾ ഇപ്പോൾ സൺലൈറ്റ് വന്ന് PS സെക്കൻഡിനകത്ത് വന്ന് ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ PS സെക്കൻഡ് എന്ത് ചെയ്യുന്നു? പെയർ ഓഫ് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു. അപ്പൊ ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആര് അക്സെപ്റ്റ് ചെയ്യുന്നു? PEA പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ ഈ PEAനകത്ത് P അക്സെപ്റ്റ് ചെയ്ത പെയർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകുന്നു? 3 ഇലക്ട്രോൺ ക്യാരിയറിലൂടെ പാസ് ചെയ്യുന്നു. And the pair of electrons accepted by PEA is എന്താണ്? passes through 3 electron carriers, that is PQ, CY, PC. PQ is blastoquinone, CY is cytochrome, PC is blastocyanin. അപ്പോൾ PEA അക്സെപ്റ്റ് ചെയ്ത പെയർ ഓഫ് ഇലക്ട്രോൺസ് 3 ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ പാസ് ചെയ്ത് പോകുന്നു. ഒന്നാമത് PQയിലൂടെ പാസ് ചെയ്ത് പോകും, രണ്ടാമത് സൈറ്റോക്രോമിലൂടെ പാസ് ചെയ്ത് പോകും, മൂന്നാമത് ബ്ലാസ്റ്റോസയാനിൻ PCയിലൂടെ പാസ് ചെയ്ത് പോകും. ഓക്കെ. ഇനി ആദ്യം എന്ത് വന്നു? ഇവിടെ എത്തി, പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ എത്തി. പിന്നെ അടുത്ത് എവിടെ എത്തി? CY സൈറ്റോക്രോമിലെത്തി. അപ്പൊ സൈറ്റോക്രോമിലൂടെ പെയർ ഓഫ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ADPയും PIയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ATP ആണ്. PI എന്താണ്? ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അപ്പൊ എന്താണ്? when pair of electrons passes through CY, that is എന്താണ്? cytochrome, ADP combines with inorganic phosphate, okay, PI inorganic phosphate, എന്നിട്ട് എന്ത് തരും? ATP തരും. നമുക്ക് ATP കിട്ടും. അപ്പൊ ADP plus PI gives ATP. okay. and pair of electrons എവിടെ എത്തി നിൽക്കാണ്? PC-നെടുത്ത് നിൽക്കാണ്, ബ്ലാസ്റ്റോസയാനിലെത്തി. അവിടുന്ന് and after passing through 3 electron carriers it reaches PS1. pair of electrons after passing through 3 electron carriers it reaches PS1 or P700. okay. ഇത്രയും മനസ്സിലായല്ലോ? ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. സൺലൈറ്റ് PS സെക്കൻഡ് വരുന്നു, അവിടുന്ന് PS സെക്കൻഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ എന്താണ്? റിലീസ് ചെയ്യുന്നു, അതിനെ PE അക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ 3 ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ അത് പാസ് ചെയ്ത് പോകുന്നു. ഓക്കെ. ഇനി അത് PS1 എത്തി നിൽക്കാണ്. പെയർ ഓഫ് ഇലക്ട്രോൺസ് റീച്ചസ് PS1. ഇനി
എന്താണ് PS1 സൂര്യപ്രകാശം അടിക്കുന്നു. Sunlight hits on PS1 and it releases pair of electrons. And these pair of electrons are accepted by PEA, primary electron acceptor. Okay, primary electron acceptor. Okay, the pair of electrons accepted by PEA passes through FD. FD എന്ന് പറയുന്നതാണ് ഫെറിഡോക്സിൻ. ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഇലക്ട്രോൺ ക്യാരിയറിലൂടെ PEA അക്സെപ്റ്റ് ചെയ്ത പെയർ ഓഫ് ഇലക്ട്രോൺസ് പാസ് ചെയ്യും. The pair of electrons accepted by PEA next reaches electron carrier FD, ferredoxin. Okay, and then from ferredoxin the pair of electrons reaches NADP. Okay, NADP ലെത്തും. അപ്പോൾ PS1 ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു, സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്നു, അത് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസിനെ PEA വന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ PEA എവിടാണ്, PEA അക്സെപ്റ്റ് ചെയ്ത പെയർ ഓഫ് ഇലക്ട്രോൺസിനെ FDയിലൂടെ പാസ് ചെയ്ത് പോകുന്നു. FD ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഇലക്ട്രോൺ ക്യാരിയറിലൂടെ പാസ് ചെയ്ത് പോകുന്നു. പിന്നെ അവിടുന്ന് പെയർ ഓഫ് ഇലക്ട്രോൺസ് എവിടെ വന്ന് എത്തി നിൽക്കുന്നു, NADP വന്ന് എത്തിക്കുന്നു. And now there is no supply of pair of electrons. Pair of electrons ഇല്ല, നമ്മുടെ കയ്യിൽ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഇനി ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഫോട്ടോലിസിസ് നടക്കണം. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോലിസിസ് നടക്കും. ഫോട്ടോലിസിസ് എന്താണ് ഫോട്ടോലിസിസ് നടക്കണം എന്ന് പറയുന്നത്? ഫോട്ടോലിസിസ് നടന്നാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, പെയർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടത്തുള്ളൂ. പെയർ ഓഫ് ഇലക്ട്രോൺസ് സപ്ലൈ ചെയ്താലേ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫോർ ടു സപ്ലൈ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഫോട്ടോലിസിസ് ഒക്കേഴ്സ്. ഫോട്ടോലിസിസ് നടക്കും. ഫോട്ടോലിസിസ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ into pair of electrons, a pair of protons and oxygen. Okay, ഫോട്ടോലിസിസ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് ഒരു പെയർ ഓഫ് ഇലക്ട്രോണും ഒരു പെയർ ഓഫ് പ്രോട്ടോണും എന്താണ് ഓക്സിജനും ആവുന്നു. സോ ഹിയർ ഓക്സിജൻ ഇസ് റിലീസ്ഡ്. ഇവിടെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതുകൊണ്ട് ഓക്സിജൻ എന്നു പറയും, അതുകൊണ്ട് ഓക്സിജൻ എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. സോ ഹിയർ in photolysis oxygen is released. Since oxygen is released, oxygen is the byproduct of photosynthesis. അതുകൊണ്ട് ഓക്സിജനെ എന്ത് വിളിക്കും, ഫോട്ടോസിന്തസിന്റെ ബൈ പ്രോഡക്റ്റ് ആണെന്ന് പറയും. ഓക്സിജനെ ഫോട്ടോസിന്തസിന്റെ ബൈ പ്രോഡക്റ്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി, നമുക്കൊരു പെയർ ഓഫ് ഇലക്ട്രോൺ, ഫോട്ടോലിസിസ് ആണ്, നമുക്ക് പെയർ ഓഫ് ഇലക്ട്രോൺ കിട്ടിയല്ലേ. ആ പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോവുക, ആ പെയർ ഓഫ് ഇലക്ട്രോൺ നമുക്ക് ഫോട്ടോസിന്തസിസ് നടത്തി റിലീസ് ചെയ്ത ആ പെയർ ഓഫ് ഇലക്ട്രോൺ സ്പ്ലിറ്റ് ചെയ്ത് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ആ പെയർ ഓഫ് ഇലക്ട്രോൺ എങ്ങോട്ട് പോകും, PS സെക്കൻഡിലോട്ട് പോകും. PS സെക്കൻഡിലോട്ട് പോയി പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇനി ഇവിടെ എന്തുണ്ട്, ഒരു പെയർ ഓഫ് പ്രോട്ടോൺ ഉണ്ട് അല്ലേ. ആ പെയർ ഓഫ് പ്രോട്ടോൺ എങ്ങോട്ടാ പോകുന്നത്, NADPയിലോട്ട് പോകും. ആ പെയർ ഓഫ് പ്രോട്ടോൺ NADPയിലോട്ട് പോകും. ഓക്കെ, ആ പെയർ ഓഫ് പ്രോട്ടോൺ എങ്ങോട്ട് പോകും, NADPയിലോട്ട് പോകും. ഇനി ഈ NADPയിൽ വെച്ചിട്ട്, NADPയിൽ നേരത്തെ എന്തുണ്ട്, പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നേരത്തെ ഇവിടെ വന്ന് നിന്ന പെയർ ഓഫ് ഇലക്ട്രോൺ NADPയിലുണ്ട്. ആ പെയർ ഓഫ് ഇലക്ട്രോണും പിന്നെ എന്താണ്, ഇപ്പോൾ നമുക്ക് ഫോട്ടോലിസിസ് വെച്ച് കിട്ടിയ പെയർ ഓഫ് പ്രോട്ടോണും പിന്നെ NADP റിഡക്ടേസ് എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി NADPH2 ആവും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് NADP reductase enzyme, NADP combines with pair of electrons and pair of protons gives NADPH2. Okay, sunlight hits on PS1, releases pair of electrons accepted by PEA, and then this pair of electrons passes through FT, ferredoxin electron carrier, and it reaches NADP. So there is no pair of electrons. So to supply pair of electrons, photolysis occurs. Okay, photolysis is the splitting of water into pair of proton, pair of electrons and oxygen. Since during photolysis
Oxygen is released. Oxygen is a byproduct of photosynthesis. And the release pair of electrons എങ്ങോട്ട് പോകുന്നു? PS secondലോട്ട് പോകുന്നു. Reaches PS second and the process continues. And this pair of protons combines with pair of electrons with the help of NADP reductase enzyme. This pair of electrons combines with a pair of protons and NADP with the help of NADP reductase enzyme. എന്ത് കിട്ടും? NADPH2 കിട്ടും. With the help of NADP reductase enzyme, NADP combines with pair of electrons and pair of protons, hereby gives NADPH2. Okay. ഇത്രയാണ് എന്താണ് the process of non-cyclic photophosphorylation എന്ന് പറയുന്ന process. ഇനി ഒരു സംഭവം ഉണ്ട്, എന്താണ് ഈ NADP reductase enzyme. ഈ NADP reductase enzyme കാണപ്പെടുന്നത് ഇപ്പൊ ഇവിടെ തൈലക്കോയിഡ് മെംബ്രെയിന്റെ പുറത്തും അകത്തും, ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ആണ് എന്ത് ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഒക്കെ നടക്കുന്നത് അല്ലെ. അപ്പോ ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടക്കുന്നത് എന്താണ്? തൈലക്കോയിഡ് മെംബ്രെയിന്റെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ആണ്. അപ്പോ ഈ NADP റിഡക്ടേസ് എൻസൈം ഇല്ലേ, ഈ റിഡക്ടേസ് എൻസൈം എവിടെയാണ്? തൈലക്കോയിഡിന്റെ ഔട്ടർ മെംബ്രെയിൻ ആണ് കാണുന്നത്. NADP reductase enzyme is seen in the outer membrane of thylakoid, and photolysis occurs in the inner membrane of thylakoid. NADP reductase enzyme കാണപ്പെടുന്നത് തൈലക്കോയിഡിന്റെ ഔട്ടർ മെംബ്രെയിനിലും ഫോട്ടോലിസിസ് നടക്കുന്നത് തൈലക്കോയിഡിന്റെ ഇന്നർ മെംബ്രെയിനിലും ആണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. ഓക്കെ, എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അയക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ അയക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലിടാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.